Good morning dear traders, welcome back to another video of pre-market analysis. ഇന്നലത്തെ pre-market analysis വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഡെയിലി ഉള്ള അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഇന്നലെ അല്ല കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ നോക്കിയിരുന്നത് മൂന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ള കറൻസി പേഴ്സ് ആയിരുന്നു. USD, ഡോളർ ആൻഡ് ഗോൾഡ്. സോ ഇന്നലത്തെ ഡെയിലി അനാലിസിസ് മുതൽ നമ്മൾ വരുത്തിയേക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള അതായത് ദിവസത്തേക്ക് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള മൂന്ന് കറൻസി പേഴ്സ് ഏതൊക്കെയായിരിക്കും അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ ആ ഡെയിലി അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഗോൾഡ് എന്തായാലും നമ്മൾ എല്ലാ ദിവസവും ഡെയിലി അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുവരെയുള്ള ഡെയിലി അനാലിസിസ് നമ്മൾ ഫോളോ ചെയ്ത മറ്റൊരു പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറൻസി പെയറിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ആ കറൻസി പെയറിന്റെ ഇന്നത്തേക്കുള്ള ആ കറൻസി പെയറിന്റെ വ്യൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന പാറ്റേൺ ആണ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ തലേ ദിവസം പറഞ്ഞ മൂന്ന് കറൻസി പേഴ്സ് ഏതൊക്കെയാണോ ആ മൂന്ന് കറൻസി പേഴ്സിന്റെ റിവ്യൂ തന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് ആ റിവ്യൂ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ ഇന്നത്തേക്കുള്ള ഡെയിലി അനാലിസും അതായത് ഇന്നത്തെ ദിവസത്തേക്കുള്ള ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള മൂന്ന് കറൻസി പേഴ്സും അതിന്റെ അതായത് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ ഏതൊക്കെയായിരിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞ കറൻസി പേഴ്സിന്റെ കീ ലെവൽസ് എല്ലാം റിവ്യൂ ചെയ്തുകൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് പോവാം. ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത കറൻസി പെയർ USD ആയിരുന്നു. USD നമ്മൾ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ടഡ് ഏരിയ നമ്മൾ ഇന്നലെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് കാണുക. ഓക്കെ, അപ്പോൾ ഇന്നലെ പറഞ്ഞ ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ബൈങ് നോക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞു വെച്ചത്. ആസ് വി എക്സ്പെക്റ്റഡ് ഈ ഒരു ഡിസ്കൗണ്ടഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഇവിടുന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കൊണ്ട് തന്നെ നല്ല ബൈ എൻട്രീസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഏരിയ ഈ കാണുന്ന ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി ആയിരുന്നു. ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി ഞാൻ 4 hour ടൈം ഫ്രെയിമിലായിരുന്നു ഞാൻ ഇന്നലെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. എക്സാക്ട്ലി അവിടെ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ഒരു റിജക്ഷൻ തന്നത്. സോ പിന്നെ പറഞ്ഞത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നല്ല സെല്ലേഴ്സ് കിക്കിനായിക്കൊണ്ട് എന്തെങ്കിലും കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് എൻട്രീസ് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് നമുക്ക് ആദ്യം കിട്ടിയ ഈ ബൈ എൻട്രീസിലെ ബൈയേഴ്സ് അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള സെൽ എൻട്രീസ് അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. സോ USD നമ്മൾ ഇന്നലെ പ്ലോട്ട് ചെയ്ത സോണും നമ്മുടെ വ്യൂസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. നമ്മൾ പ്ലോട്ട് ചെയ്ത കീ ലെവലിൽ നിന്ന് തന്നെയായിരുന്നു ഇന്നലെ നല്ല ബൈ എൻട്രീസ് USD നമുക്ക് തന്നത്. നെക്സ്റ്റ് വൺ ഈസ് GBP/USD. GBP/USD ഞാൻ ഇന്നലെ പേഴ്സണലി ക്ലോസ്ലി വാച്ച് ചെയ്ത ഒരു കീ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു. ഇതൊരു നല്ലൊരു ഡിസ്കൗണ്ടഡ് ഏരിയ ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ബയേഴ്സ് സസ്റ്റെയിൻ ആയില്ല. നമ്മൾ വിചാരിച്ച പോലെ ബയേഴ്സ് അവിടെ കിക്കിനാവാണ്ട് വീണ്ടും താഴത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആയി. സോ നമ്മൾ ഇന്നലെ GBP/USD ബൈയിങ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലും സെല്ലിംഗ് ആയിരുന്നെങ്കിൽ ഈ ഒരു കീ ലെവലും ആയിരുന്നു ഞാൻ പറഞ്ഞു വെച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെല്ലിംഗ് നടക്കാനായിട്ട് ഈ ഒരു കീ ലെവലിലേക്ക് മാർക്കറ്റ് വന്നില്ല. ബൈയിങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഈ ഒരു കീ ലെവലിൽ നിന്നായിരുന്നെങ്കിൽ ബയേഴ്സ് വേണ്ട രീതിയിൽ കിക്കിനുമായിട്ടില്ല. സോ GBP/USD നമ്മൾ ഇന്നലെ പ്ലോട്ട് ചെയ്ത കീ ലെവൽ ശരിയായിരുന്നില്ല. ആൻഡ് ഫൈനലി ഗോൾഡ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഗോൾഡിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത കീ ലെവൽ ഇതായിരുന്നു. ഈ ഒരു കീ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ബൈയിങ് നോക്കാതായിരുന്നു ഞാൻ പേഴ്സണലി പറഞ്ഞു വെച്ചത്. പക്ഷേ ഇന്നലെ ഏകദേശം ലണ്ടൻ സെഷൻ കഴിഞ്ഞ് ന്യൂയോർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നിന്നുള്ള എൻ്റെ ഗോൾഡിലുള്ള പേഴ്സണൽ വ്യൂ ബെയറിഷ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ബെയറിഷ് വ്യൂ കിട്ടിയത് ഞാൻ വൺ ഓഫ് ദി സ്റ്റുഡൻറ്റുമായിട്ട് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കീ ലെവലിൽ 5 minute ടൈം ഫ്രെയിമിൽ ഈ ഒരു കീ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഷോർട്ട് എൻട്രീസ് ഗോൾഡിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ യൂഷ്വൽ സെറ്റപ്പ് അല്ല, ബട്ട് സ്റ്റിൽ ഇതൊരു കീ ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പ്രോബബിലിറ്റിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ എക്സാക്ട്ലി അവിടെ നിന്ന് തന്നെ ഇന്നലെ ന്യൂയോർക്ക് സെഷനിൽ ആ ഒരു കീ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടാണ് ഗോൾഡ് ഒരു ഷോർട്ട് എൻട്രി നമുക്ക് തന്നേക്കുന്നത്. സോ ഗോൾഡിലെ എൻ്റെ ബൈ വ്യൂ കറക്റ്റ് ആയില്ലെങ്കിൽ പോലും ഇന്നലെ ന്യൂയോർക്ക് സെഷൻ ആയപ്പോഴത്തേക്കും ഞാൻ ഡിസ്കസ് ചെയ്ത ആ ഒരു ഷോർട്ട് എൻട്രി ഇവിടെ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് ആയിട്ട് പറഞ്ഞത് ഈ ഒരു ലോ ആയിരുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ലോ ആയിരുന്നു ഞാൻ ടാർഗറ്റ് ആയിട്ട് ഇന്നലെ പറഞ്ഞു വെച്ചത്. എക്സാക്ട്ലി ആ ഒരു ലോ ഗോൾഡ് സ്വീപ്പ് ആയിട്ടുണ്ട്. സോ ഗോൾഡിൽ എൻ്റെ വ്യൂ മോർണിംഗിൽ റോങ് ആയിരുന്നെങ്കിലും ഈവനിങ് ആയപ്പോഴത്തേക്കും ന്യൂയോർക്കിലായപ്പോഴത്തേക്കും ഞങ്ങളുടെ പേഴ്സണൽ വ്യൂ അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഇന്നലത്തെ നമ്മുടെ അനാലിസിന്റെ റിവ്യൂ പറയുമ്പോൾ മറ്റു രണ്ട് വ്യൂകൾ നമുക്ക് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അടുത്തതായിട്ട് ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള മൂന്ന് കറൻസി പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് തരാൻ ചാൻസ് ഉള്ള മൂന്ന് കറൻസി പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. അതിൽ ഒബ്വിയസ്ലി ഒരെണ്ണം USD തന്നെയാണ്. കാരണം USD ഇപ്പോൾ കറന്റ് നിൽക്കുന്നത് ഒരു നല്ലൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. സോ ഇവിടെ ലോവർ ടൈം ഫ്രെയിംസിൽ ഇനി വരുന്ന മണിക്കൂറുകൾ കൺഫർമേഷൻസ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഞാൻ USD ഷോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നല്ലൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും ഒരു പ്രീമിയം ഏരിയയിലാണ് നിൽക്കുന്നത്. ഇൻ കേസ് USD ഇവിടെ സെല്ലേഴ്സ് സ്റ്റെപ്പിനായില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരുന്ന മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ ഈ കാണുന്ന ഈ ഒരു പ്രീമിയം
RA. ഈ ഒരു പ്രീമിയം RA എന്നായിരിക്കും ഞാൻ അടുത്തായിട്ട് USDയിൽ ഷോർട്ട് സെല്ലിംഗ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് എൻ്റെ USDയിലേക്കുള്ള പേഴ്സണൽ വ്യൂ. നമുക്ക് നോക്കാം വരുന്ന മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും USD ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് US ഡോളറിൽ ഒബ്വിയസ്ലി എനിക്കൊരു ബൈ വ്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻവെസ്റ്റ് ആണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് എനിക്കിപ്പോൾ ഓൾറെഡി നല്ലൊരു ബൈങ് വ്യൂ കിട്ടി. ഇപ്പോൾ നല്ല രീതിയിൽ ബൈങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ ആം ബുള്ളിഷ് ഓൺ US ഡോളർ. വരുന്ന മണിക്കൂറുകളിൽ ഡോളർ നല്ല രീതിയിൽ അപ്പ് ആവുകയും അതിന് അഗേൻസ്റ്റ് ആയിട്ടുകൊണ്ട് തന്നെ നിൽക്കുന്ന കറൻസി പെയറായി USD GBPയിലൊക്കെ നല്ല ഷോർട്ട് എൻട്രീസ് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഡോളർ വരുന്ന മണിക്കൂറുകളിൽ ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. സോ നെക്സ്റ്റ് കറൻസി പെയർ ഈസ് USD JPY. എനിക്ക് നല്ലൊരു ഡിസ്കൗണ്ടഡ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ബൈങ് കണക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ. ഓൾറെഡി ഇത് ഒരു നല്ലൊരു ഡിസ്കൗണ്ടഡ് ഏരിയയാണ്. അതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻവെസ്റ്റ് ആണ്. അഥവാ പറയാനായിരുന്നുണ്ടെങ്കിൽ ഈ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓൾറെഡി മാർക്കറ്റിൽ ഒരു ബൈങ് വന്നിട്ടുണ്ട്. ഇൻ കേസ് ഇനി കുറച്ചും കൂടെ കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി USD JPY ബൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു ബൈങ് എനിക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ മിനിമം ഏഷ്യയുടെ ഹൈയുടെ മുകളിലുള്ള ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി വരെ ഞാൻ എന്തായാലും ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഇവിടെ നിന്ന് ഈ ബൈങ്ങിന് കുറച്ച് സ്ട്രോങ് അല്ലാന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത് നല്ലൊരു ഡിസ്കൗണ്ടഡ് ഏരിയയാണ്. ഈ കാണുന്ന ഈ ഡിസ്കൗണ്ടഡ് ഏരിയ എന്നായിരിക്കും ഞാൻ അടുത്തതായിട്ട് USD JPY ബൈസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും ടാർഗറ്റ് ആയിട്ട് ഞാൻ വെക്കുന്നത് ഈ ബൈ സെൽ ലിക്വിഡിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ബൈ സെൽ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ബൈങ് എൻട്രീസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി USD JPY വരുന്ന മണിക്കൂറുകളിൽ ബൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി our favorite pair ഗോൾഡിലെ വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗോൾഡ് ഇപ്പോൾ കറന്റ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡിന്റെ ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഇന്നലത്തെ ന്യൂയോർക്കോടെ ഗോൾഡിൽ ബെയറിഷ്നെസ് നമുക്ക് സ്പോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഈ കാണുന്ന ഇതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻവെസ്റ്റ് ആണ്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റെഡ് സോണ് അവിടെ എത്തുന്നത് വരെ എന്തായാലും ഞാൻ ഗോൾഡിൽ ബെയറിഷ് തന്നെ നോക്കുള്ളൂ. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും ബെയറിഷ്നെസ് കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗോൾഡ് ഞാൻ ഷോർട്ട് സെല് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഗോൾഡിലുള്ള പേഴ്സണൽ വ്യൂ. അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള പിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഗോൾഡിൽ പറ്റും. ഒറ്റയടിക്ക് എന്തായാലും ഫോളോ ആവില്ല, ഓരോ റീട്രേസ്മെന്റുകൾ വരും. നമുക്ക് നോക്കാം ഗോൾഡ് എങ്ങനെയാണ് വരുന്ന മണിക്കൂറുകളിൽ ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ ന്യൂസും ഇവൻസും എല്ലാം നമുക്ക് നോക്കാം. October 8 ട്യൂസ്ഡേ ആണ് ഇന്ന് കാര്യമായിട്ട് ന്യൂസ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന USD Euro ആൻഡ് JPY കോറിലേറ്റ് വരുന്ന പേഴ്സിലൊന്നും ന്യൂസ് ഒന്നുമില്ല. ഇന്നൊരു ക്ലീൻ ഡേ ആണ്. ധൈര്യമായിട്ട് നമുക്ക് ഇന്ന് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. അതെല്ലാം TP വരെ ഹോൾഡ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ICT കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ അനാലിസിസ് എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത്. സോ ICT കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ കറൻസി പിപ്സിന്റെ യൂട്യൂബ് ചാനൽ ഈ ഒരു പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. 23ഓളം ICT റിലേറ്റഡ് ടോപ്പിക്സ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് കാണുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറൻസി പിപ്സിന്റെ പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കറൻസി പിപ്സ് ചാറ്റ് എന്നുള്ള പേരിൽ നിങ്ങൾ ടെലിഗ്രാമിൽ പോയി ഡയറക്ട്ലി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. മാത്രമല്ല ഞങ്ങൾ കറൻസി പിപ്സിൽ ഞങ്ങളുടെ മെന്റേഴ്സ് എടുക്കുന്ന ഹൈ പ്രോബബിൾ ട്രേഡ്സും കാര്യങ്ങളെല്ലാം കറൻസി പിപ്സിന്റെ ഈ ഒരു പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഞങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുപോലെയുള്ള ഹൈ പ്രോബബിളി സെറ്റപ്സ് കിട്ടാനായിട്ട് ഈ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസുമായിട്ട് കറൻസി പിപ്സ് നാളെ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.